ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെ ശനി ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കും. അത് 140 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഏതൊരു ഗ്രഹമായാലും, പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലങ്ങൾ, അതും ഇരട്ടി ഫലങ്ങൾ നൽകും എന്നാണ് പ്രമാണം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയോ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നതിന് അവസരമുണ്ട്. വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുക, വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിനും നേരിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഗ്രഹനില സഹിതം അയച്ചു തരുന്നതാണ്. പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ജ്യോതിഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വരാഹ മിഹിരാചാര്യൻ ഒക്കെ എഴുതി വച്ചിരിക്കുന്ന കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗ ഭവന സമീരണ കോർപ്പി ജൂഗലേയ അയുധി വിവര്യസ്ത ശശിഭവനാളി ദശാന്ത മൃഷസന്ധി എന്നുള്ള പ്രമാണം. അതായത് ഓരോ ഗ്രഹങ്ങൾ, ചൊവ്വ, അതുപോലെ തന്നെ ആദിത്യൻ, ശനി, വിവിധങ്ങളായ മറ്റ് ഭാവങ്ങളിൽ ഓരോ രാശികളിൽ നിൽക്കുമ്പോൾ ഓരോ ഭാവങ്ങളാണ്, ഗുണമോ ദോഷമോ അങ്ങനെ വിചിന്തനം ചെയ്തിട്ടാണ് പറയുന്നത്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം ഈ സമയത്തുണ്ട്. ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യവും ഉള്ള ഈ കാലത്ത്, ഈ സമയത്ത് ശനി അത് സുഖസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഈ സമയത്ത് വന്നു ചേരും. അതായത് നമുക്കറിയാം, ശനി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മാതാ സുഹൃത്ത് മാതുലഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാലാളിത്യമമ്പ ശയനന്യവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന പ്രമാണപ്രകാരം മാതാവിനോ മാതൃകുടുംബത്തിലോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടും സുഹൃത്തുക്കൾ മുഖാന്തരം അമ്മ വഴിയുള്ള ബന്ധുക്കൾ, അങ്ങനെയൊക്കെ പല ക്ലേശങ്ങൾ, കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ്. എന്നിരുന്നാൽ കണ്ടകശനി മാർച്ച് 30-നാണല്ലോ ആരംഭിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ശനിയുടെ ദോഷഫലങ്ങൾ എന്താണെന്ന് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ആ ശനി ദോഷത്തിൽ നിന്ന് ഒരു വിടുതൽ തരികയാണ് 140 ദിവസം. ഈ സമയത്ത് പൊതുവെ ഒന്ന് റിക്കവറി ചെയ്യുക, ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുക, വരാനിരിക്കുന്ന ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകുവാനായിട്ട് വേണ്ട ഇടപെടലുകൾ ഏത് കാര്യത്തിലാണെന്ന് ചെയ്യണം. അതായത് ഇനിയും 2.5 കൊല്ലമാണല്ലോ ഈ കണ്ടകശനി ഉള്ളത്. 140 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ശനി കണ്ടകശനി ആയിട്ട് തന്നെ വരും. അപ്പോൾ അലസതയൊക്കെ ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. പുതിയ ഒരു ജോലിയിൽ ഇപ്പോൾ തന്നെ കയറാൻ നല്ല ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. പഠിച്ച വിദ്യക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി നല്ല കമ്പനികളിലോ നല്ല സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നതിനും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും, ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുക, നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. കഷ്ടകാലം ഒക്കെ ഉണ്ട്, അതിനനുസരിച്ചുള്ള കടങ്ങളൊക്കെ വാങ്ങാവുള്ളൂ. വലിയ വലിയ കടങ്ങൾ വാങ്ങാൻ പാടില്ല. വിജയത്തിലേക്ക് അനുഗ്രഹം ശനി തരുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. സത്യസന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ഏതൊരു കാര്യത്തിനും ഉണ്ടായിരുന്ന അലസത ഈ ശനിയുടെ വക്രസ്ഥാനത്ത് മാറുകയും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിലേക്ക് ആഗ്നേയ ഗ്രഹങ്ങളായ ചൊവ്വയും ആദിത്യനുമൊക്കെ പൂർണ്ണദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ ഒരു ധൈര്യമൊക്കെ ഏത് കാര്യത്തിനും ഉണ്ടാവും. അധിക സാഹസികത പാടില്ല.
ചിലരെ സംബന്ധിക്കുമ്പോൾ അതാണ് കുഴപ്പം. ധൈര്യം വർദ്ധിച്ചുപോയി, അതിന്റെ കുഴപ്പം കൊണ്ട് അധികമായ കുഴപ്പത്തിൽ ചെന്ന് ചാടി, കേസായി, ഹുക്കാറായി, അടിപിടിയായി, അങ്ങനെയൊന്നും പരിക്കുകളൊന്നും ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായിട്ടൊക്കെ വാഹനം കൈകാര്യം ചെയ്യാതിരിക്കുക. വിവാഹ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപ്രദമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം, ദൈവാധീനമുള്ള സമയം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും, ഇനി അതല്ല ഒരു ഹോം നേഴ്സ് ആണെങ്കിലും, ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, അതുപോലെ തന്നെ മറ്റ് അധ്യാപകര്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ധാരാളം ആൾക്കാരുണ്ട്. പല വിധത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷം വളരെയധികം മാനസിക സംഘർഷങ്ങളും ടെൻഷനൊക്കെ അനുഭവിച്ച് ആണ് ശാരീരികമായ അധ്വാനത്തെക്കാൾ കൂടുതൽ മാനസികമായ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഒക്കെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ജോലിയാണ്. ടെൻഷൻ വളരെ വർദ്ധിക്കും. അങ്ങനെയുള്ള ടെൻഷനൊക്കെ കുറയുന്നതിനുള്ള നല്ല സമയമാണ് ഈ പറഞ്ഞ ശനിയുടെ വക്രഗതിയുള്ള സമയം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്, നല്ല ഒരു സമയമാണ് ഈ ശനിയുടെ വക്രസ്ഥിതി. ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ചികിത്സയൊക്കെ ഫലിക്കുന്നതിനും അതിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിനും പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതുമാണ്. വിദേശത്ത് ആയിരിക്കുന്നവർക്കും പൊതുവെ ഉയർച്ചയും അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകും, അതിന് സംശയിക്കണം. സ്വന്തം നാട് വിട്ട് പഠിക്കുവാൻ പോയിരിക്കുന്നവർക്കും അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ, ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർ ധാരാളം പേരുണ്ട് ഈ നക്ഷത്രത്തിലൊക്കെ പെട്ടവർ ഓരോ ദിവസവും. അങ്ങനെയുള്ളവർക്ക് ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ശാസ്താവിനെ ഭജിക്കുന്നതും ശനിയാഴ്ച അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്നതും വളരെ ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.